ഹായ് ഫ്രണ്ട്സ്, ഹബ്സാസ് കിച്ചൻ ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഞാൻ സൗജ്യ. ഇന്ന് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന അരിയുണ്ട, അതുപോലെ തന്നെ കടല ഉണ്ട, നിലക്കടല കൊണ്ട് ഉണ്ടാക്കുന്ന ഉണ്ടതിനേക്കാളും ടേസ്റ്റോടുകൂടി നമുക്ക് എങ്ങനെ ചക്കക്കുരു കൊണ്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഉണ്ട ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുമല്ലോ. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഞാൻ ഇതിനായി ഇത്ര ചക്കക്കുരു എടുത്തിട്ടുണ്ട്. ഒരു പാത്രം വരുന്ന പോലെ ചക്കക്കുരു എടുത്തിട്ടുണ്ട്. അത് മൺചട്ടിയിലിട്ടാണ് വറുത്തെടുക്കുന്നത്. പണ്ട് കാലങ്ങളിൽ നമ്മൾ അടുപ്പിലൊക്കെ വെച്ചിട്ടുണ്ട് ചുട്ടെടുക്കാം. അപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് ഇതൊന്നും കഴിക്കാനേ കിട്ടാറില്ല. പക്ഷേ ഇത് നമുക്ക് മൺചട്ടിയിൽ ചുട്ടെടുത്താൽ നമുക്ക് അടുപ്പിൽ ചുട്ടെടുത്ത പോലെ തന്നെ എഫക്റ്റിൽ കിട്ടും. അഥവാ മൺചട്ടി ഇല്ലെങ്കിൽ നമുക്ക് പഴയ പാൻ, ഉപയോഗിക്കാത്ത പാൻ ഉണ്ടെങ്കിൽ അതിലും ചുട്ടെടുക്കാം. പക്ഷേ ഉപയോഗിക്കാത്ത പാൻ എടുക്കാൻ നോക്കണം. പുതിയ പാനുകളിൽ ചുട്ടെടുക്കണ്ട. അപ്പോൾ മൺചട്ടി നല്ല ചൂടാകുമ്പോൾ നമുക്ക് അതിലോട്ട് ചക്കക്കുരു ഇട്ട് കൊടുക്കാം. ചക്കക്കുരു ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അത് നല്ല കരിയുന്ന പോലെ നമ്മൾ വറുത്തെടുക്കണം. മൺചട്ടി പൊട്ടിപ്പോകുമൊന്നുമില്ല. നല്ല ചൂടായി അതിൽ കടന്നിട്ട് നമ്മുടെ ഈ ചക്കക്കുരു ചുട്ടെടുത്ത പോലെ നമുക്ക് വേവിച്ചെടുക്കാം. ഇത് കരിയുന്ന പോലെ തോന്നും. ഇത് പുറം ഭാഗമാണ് കരിഞ്ഞിട്ടുള്ളത്. ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചക്കക്കുരുവിന് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ഈ മേലത്തെ തൊലി പോയിട്ടുള്ള ചക്കക്കുരു വറുക്കുമ്പോൾ അത് കുറച്ച് ഹാർഡായിട്ട് പൊട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള പോലെ തോന്നും. പക്ഷേ തൊലിയുള്ള ഭാഗങ്ങളൊക്കെ ഉള്ളിൽ നല്ലതുപോലെ സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ പുറം ഭാഗം കരിയുന്നത് കണ്ട് ടെൻഷൻ അടിക്കണ്ട. അതിൻ്റെ ഉള്ളിലത്തെ അത് നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടും. ഈ ഭാഗമാകുമ്പോൾ നമുക്കത് ഓഫാക്കാം. ശേഷം നമുക്ക് ഈ തൊലിയൊക്കെ ഒന്ന് ഇതുപോലെ ആക്കുമ്പോൾ തന്നെ ആ തൊലിയൊക്കെ ഒന്ന് പോയി കിട്ടും. കൈ കൊണ്ട് തന്നെ നമുക്കിങ്ങനെ പൊടിച്ചെടുക്കാം. നമുക്ക് ഈ തൊലിയൊക്കെ ആദ്യം ഒന്ന് റിമൂവ് ചെയ്തെടുക്കാം. ശരിക്കും നമ്മൾ പഴയ കാലങ്ങളിൽ അടുപ്പിലിട്ട് വേവിച്ചെടുക്കുന്ന അതേ ടേസ്റ്റ് തന്നെ കിട്ടും. ഇത് വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. ഇത് തൊലിയൊക്കെ കഴിഞ്ഞ് നമുക്ക് ഇതുപോലെ ഒരു കപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഞാനത് ഉണ്ട പോലെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിക്ക് വേണ്ടി ഞാൻ അതുപോലെ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇതിന് നമുക്കിനി തേങ്ങയാണ് ആവശ്യം. ആദ്യം ഈ ചക്കക്കുരു ഒരു ജാറെടുത്ത് അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഒരു തീരെ നനവില്ലാത്ത ജാറെടുത്ത് അതിലോട്ട് ഈ ചക്കക്കുരു ചേർത്ത് കൊടുക്കാം. അതിലോട്ട് ഞാൻ ഒരു കപ്പ് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് മിക്സി അരിഞ്ഞ് കിട്ടില്ല എന്നുണ്ടെങ്കിൽ ആദ്യം ചക്കക്കുരു ഒന്ന് പൊടിച്ചെടുത്തതിന് ശേഷം തേങ്ങ ചേർത്ത് കൊടുത്താലും മതി. തേങ്ങ ഏകദേശം ഞാൻ ഒരു മൂടിയോളം എടുത്തിട്ടുണ്ട്. നന്നായി ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്കിനി മധുരം ചേർത്ത് കൊടുക്കണം. ഇതിൽ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് പാവ് കാച്ചി അത് അരിച്ചെടുത്തിട്ടുള്ള പാവാണിത്. അപ്പോൾ ഞാനിത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇത് കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി ഞാൻ കുറച്ച് തേന് കൂടെ അതിൽ ചേർത്തുന്നുണ്ട്. നിങ്ങൾക്ക് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. നമ്മൾ അരി ഉണ്ടാക്കുമ്പോൾ നമ്മൾ അതിൽ അണ്ടിപ്പരിപ്പ്, നിലക്കടലയൊക്കെ ചേർത്താറുണ്ട്. അതിൽ നിങ്ങൾക്ക് അതൊക്കെ ഉണ്ടെങ്കിൽ അതും ഇതിൽ കൂടെ ചേർത്തിട്ട് കുട്ടികൾക്ക് കൊടുക്കാം. ഞാനിത് കുറച്ചുകൂടെ നല്ല രീതിയിലാക്കാൻ വേണ്ടി ചോക്ലേറ്റ് ഡിപ്പ് ചെയ്ത് വെക്കണം എന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷെ ഉണ്ടാക്കി വന്നപ്പോൾ കുട്ടികൾക്ക് അതിൻ്റെ ആവശ്യമൊന്നും വന്നില്ല. അത്രയും ടേസ്റ്റ് ആയിട്ടുള്ളൊരു ചക്കക്കുരു ഉണ്ടായിരുന്നു.
അപ്പോൾ ചോക്ലേറ്റ് ഡിപ്പ് ചെയ്യാനൊന്നും കുട്ടികൾക്ക് വെയിറ്റ് ചെയ്യാനുള്ള സമയം അവർക്ക് കിട്ടിയില്ല. അത്രയും അവർ ഇതായിട്ട് അത് കഴിച്ചിരുന്നു. അപ്പോൾ ഞാൻ അതിന് നിന്നില്ല. ശേഷം അത് നന്നായിട്ട് പാകത്തിന് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ കൃത്യപാകം. ഇനി നമുക്കിത് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് മാറ്റി വെക്കാം. ഞാൻ വിചാരിച്ചത് ഈ ബോൾസ് ഒരു ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് അത് ഇതിലോട്ട് ഡിപ്പ് ചെയ്ത് ലോലിപോപ്പ് പോലെ ചെയ്യണം വിചാരിച്ചതാണ്. പക്ഷേ ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്യാനുള്ള ടൈമൊന്നും കിട്ടിയില്ല. അപ്പോഴേക്കും കുട്ടികൾ ഇതൊക്കെ എടുത്ത് കഴിച്ച് കഴിഞ്ഞിരുന്നു. അപ്പോൾ പിന്നെ അങ്ങനെ തന്നെ സെർവ് ചെയ്ത് അവർ കഴിച്ചിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ ചക്കക്കുരു കൂടുതലായിട്ട് വീട്ടിലുണ്ടെങ്കിൽ അത് കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഉണ്ടയാണത്. ഇതാ കണ്ടില്ലേ, ഇതുപോലെ ഞാൻ ലഡ്ഡു ആക്കി എടുത്തിട്ടുണ്ട്, ലഡ്ഡുവിൻ്റെ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾ തന്നെ വെയിറ്റ് ചെയ്യാനുള്ള മടി കൊണ്ട് ചോക്ലേറ്റ് ഒന്ന് ഡിപ്പ് ചെയ്യേണ്ട പറഞ്ഞാൽ ഞാൻ അതിലോട്ട് ചെറുതായിട്ട് ഒരു ഡെക്കറേഷന് മുകളിൽ തേന് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ മേലെ കുറച്ച് തേങ്ങയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ശരിക്കും ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചക്കക്കുരുവാണ്. അപ്പോൾ പണ്ട് കാലങ്ങളിൽ നമുക്ക് കിട്ടുന്ന ചക്കക്കുരു പൊരിച്ച് അടുപ്പിലിട്ട് ചുട്ടെടുക്കുന്ന ആ രീതിയൊന്നും ഇപ്പോൾ കിട്ടാനൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി കുട്ടികൾക്ക് വെറൈറ്റി ആയിട്ട് കൊടുക്കും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നെക്സ്റ്റ് വീഡിയോയിൽ വേറൊരു വെറൈറ്റി റെസിപ്പിയുമായി കാണും വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.